السلام عليكم. الحمد لله. الصلاة والسلام على أفضل الأنبياء. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا. صدق الله العظيم. ബഹുമാന്യരെ, ഇന്ന് ലോകത്താരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഒരു ദൗലത്തുൽ ജംഹൂരിയത്ത് ഷാബിയത്തുൽ ഇറാനിയ അൽ ഇസ്ലാമിയ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ, ലോക പോലീസ് എന്ന് അഭിനയിച്ച് നടന്ന അമേരിക്ക, ലോക പട്ടാളമെന്ന് നടിച്ചു നടന്ന ഇസ്രായേൽ, ഇവരെല്ലാം തന്നെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഇറാന്റെ മുന്നിൽ അടിയറ പറഞ്ഞിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഒരു പട്ടിണി രാജ്യം, അതല്ലേ ഇറാനെ കണ്ടുള്ളൂ. അറബ് ലോകമായാൽ പോലും ഇറാനെ അത്ര കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല. അത്ര വിദഗ്ധമായ ഇറാന്റെ എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായിട്ട് അടിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ. ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നാൽ ഈ അറബ് മേഖലയിൽ എപ്പോഴും ഇസ്രായേൽ അമേരിക്ക സംബന്ധിച്ചിടത്തോളം വേണം. പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾ, അവിടെ അമേരിക്കക്ക് താവളം ഉണ്ടല്ലോ, അവിടെ നിലയുറപ്പിക്കാൻ ഇസ്രായേൽ അവിടെ വേണം. കാരണം ഒരു പേടി സ്വപ്നമാക്കിയിട്ട് അറബികൾക്ക് പേടി സ്വപ്നമാവാൻ ഇസ്രായേലിനെ വളർത്തിക്കൊണ്ടുവരണം. അറബികളുടെ കനിവ് കൊണ്ടിട്ട് കിട്ടിയ ഒരു 5 സെന്റ് ഭൂമിയാണല്ലോ ഇസ്രായേൽ ഇങ്ങനെ ഈ രൂപത്തിലായിട്ടുള്ളത്. അപ്പൊ അവരെ കവച്ചു വെക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഇസ്രായേലിനും തോന്നി. അത് അങ്ങനെ തന്നെ വേണമെന്ന് അമേരിക്കക്കും തോന്നി. ഇന്ന് എവിടെ എത്തി? വിദഗ്ധരായ ഇറാന്റെ ആളുകളെ വിദഗ്ധരെ കൊന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്കൊന്നും ചെയ്യാനില്ല. അതോടുകൂടെ ഇറാനെ തകർക്കാം എന്നാണ് ആ യൂതന്മാർ കണക്ക് കൂട്ടിയത്. എന്നാൽ ആ കണക്ക് കൂട്ടുകളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് തരിപ്പണമാക്കിയത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ലോകത്തിലെ 99% ആളുകളും ഇസ്രായേലിന്റെ നീക്കങ്ങൾക്കെതിരാണ്. ഇസ്രായേൽ സ്വയമായിട്ട് കടന്ന് ആക്രമിച്ചിരിക്കുകയല്ലേ ഇറാനെ. ഇറാൻ ഒന്നും ആക്രമിക്കാൻ അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇറാൻ അമേരിക്കയും ഒന്നും പറഞ്ഞിട്ടുമില്ല, ആക്രമിച്ചിട്ടുമില്ല. എന്നിട്ടും ഇറാൻ ആക്രമിക്കാൻ ഇസ്രായേലിന്റെ കൂടെ കൂടിയിരിക്കുകയാണ് അമേരിക്ക. അമേരിക്ക ചെയ്ത് തെറ്റാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവരുടെ വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നമാണ് അമേരിക്കയിൽ ഇസ്രായേലിന്റെ നിലനിൽപ്പ്. കാരണം അറബികളുടെ പെട്രോള്, അവരുടെ പണം, അവരുടെ ബാങ്കുകളിൽ കിടക്കുന്ന മുഴുവൻ അറബികളുടെ പണമാണ്. ലോക ബാങ്കിൽ നിന്ന് കുവൈറ്റ് അവരുടെ അക്കൗണ്ട് പിൻവലിച്ചാൽ ലോക ബാങ്കിന്റെ നടത്തിപ്പ് പോലും അവതാളത്തിലായിത്തീരുമെന്ന് പറയണമെങ്കിൽ അറബികളുടെ ബാങ്ക് ബാലൻസ് എത്രയാണ് അവിടെ? അതുകൊണ്ടാണ് അവരുടെ പട്ടിണി മാറ്റുന്നത്. പിന്നെ അവരെ പൊട്ടുന്നതും പൊട്ടാത്തതുമായ ആയുധങ്ങൾ പാവപ്പെട്ട രാഷ്ട്രങ്ങളിൽ അവർ അടിച്ചേൽപ്പിക്കുക. അതാണ് അവരുടെ ജീവിതമാർഗം. ഖമേനിയെ കൊല്ലും എന്ന് അമേരിക്കയും ഇസ്രായേലും വീമ്പടിക്കും. ഇപ്പോൾ പറയുന്നത് നാളെ ഇന്നിപ്പോഴും യുദ്ധം നിർത്താൻ ഇറാൻ പറയുകയാണെങ്കിൽ യുദ്ധം നിർത്താൻ തയ്യാറാണെന്ന് ഇസ്രായേലിലെ ജനങ്ങൾ പറയണത് പ്ലീസ് 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 സ്റ്റോപ്പ് ദ വാർ. യുദ്ധം നിർത്താൻ അന്നാളിലെ ആളുകൾ പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആ പലസ്തീനിൽ അതിന് വെള്ളവുമില്ല, വെളിച്ചവുമില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്ന പലസ്തീനിൽ ഒരു മൂർച്ചയില്ലാത്ത കത്തി പോലുമില്ല അവർക്ക്. ആ പലസ്തീനികളല്ലേ ഗാസ നമ്മൾ നാശാക്കി വിട്ടത്. 30-ൽ പരം ആശുപത്രി ഗാസയിൽ നശിപ്പിച്ചിരിക്കുന്നവർ ഇസ്രായേല്. ഇതിപ്പോ അവന്റെ ഒരു ആശുപത്രി പോയപ്പോ അത് ലോക യുദ്ധ നിയമങ്ങൾക്ക് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പൊ ഇവ 30 തകർത്തിയ വിരുദ്ധമല്ല, ഗതികെട്ട്. കാരണം എന്തുകൊണ്ടെന്നാൽ ഇതാ ഖുർആനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഇറാൻ ഉപയോഗിച്ചത്. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ. ആ ആനക്കൂട്ടർ വന്നല്ലോ യമനിൽ നിന്നിട്ട്, ആനക്കലഹം, കാബം പള്ളി വിളിക്കാൻ വേണ്ടി. അപ്പോൾ അലയും തേർന്ന ബാബിയിൽ അള്ളാഹു ആകാശത്ത് ചെറിയ പക്ഷികളെ ഇറക്കി.
എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. പഴുത്ത് ചുട്ട് പഴുത്ത ചെറിയ ചെറിയ കല്ലുകളാണ് ആ ചുണ്ടുകളിൽ ആ പക്ഷികളുടെ ചുണ്ടിലുണ്ടായിരുന്നത്. അതങ്ങ് ഇടുമ്പോൾ ഒരു പക്ഷി ഒരു കല്ല് പട്ടാളക്കാരൻ്റെ തലയിലിടുമ്പോൾ അവൻ തീർന്നു. അങ്ങനെ ആ ചുട്ടുപഴുപ്പിച്ച് ആ ചൂളക്ക് വെച്ച് ചുട്ടുപഴുപ്പിച്ചെടുത്ത ആ കല്ല് അതിശക്തമായ കല്ല് നരകത്തിലെ സിജ്ജിയിലെ കല്ലാണെന്നും പറയുന്നുണ്ട്. ആ കല്ല് ചെറിയ ഒരു കല്ല് ഒരു പക്ഷിയുടെ എത്ര പോകുന്ന തൂക്കണം പക്ഷിയെ പോലുള്ള പക്ഷിയുടെ വായിൽ എത്ര കല്ലാകുള്ള എത്ര ചെറിയ കല്ല് അതിട്ടപ്പോഴും ഒരു പട്ടാളക്കാരൻ തീർന്നു, ആനയും തീർന്നു. ആ സിജ്ജിയിലാണ് ഒരു ഉപയോഗിച്ചിരിക്കുന്നത്, ആ പേരാണ് ഇട്ടിരിക്കുന്നത്. സിജ്ജീൽ എന്ന മിസൈൽ വന്നു. പിന്നെയോ ഫതഹ് നസ്റുൻ മിനല്ലാഹി വഫത്ഹുൻ ഖരീബ്, അള്ളാഹുവിന്റെ സഹായം ഇതാ തുറന്നിട്ടിരിക്കുന്നു. ഇതാ ജാ നസ്റുല്ലാഹി, അള്ളാഹുവിന്റെ സഹായം വന്നാൽ വൽ ഫത്ഹ്, എല്ലാം ഓപ്പനായി കിട്ടിയാൽ. അങ്ങനെ എല്ലാം ഓപ്പൺ. ആ ഫത്ഹിന്റെ പേരാണ് ഇരിക്കുന്നത്. പിന്നെയോ ഖദർ, മിസൈലിന്റെ പേരുകളാണത്. ഖദർ, നിശ്ചിത രാത്രി. പുണ്യമാക്കപ്പെട്ട ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് ഞാൻ അതിനെ പറഞ്ഞു വെക്കുന്നില്ല. ഖദർ, ആ നിശ്ചിത രാത്രിയുള്ള ഖദർ, ആ ഖദറാണ് അതിനിട്ടിരിക്കുന്നത്. പിന്നെ ഖിയാമ, ഖിയാമ എന്നുള്ള പേര്. ഇങ്ങനെ ഖുർആനിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള പേരുകൾ അർത്ഥത്തിന് ശക്തമായ വിധത്തിലുള്ള കഴിവ് തന്നെയാണ് മിസൈലുകൾക്കുള്ളത്. തകർത്തുകൊണ്ടിരിക്കുന്നില്ലേ ബാലിസ്റ്റർ മിസൈൽ. പിന്നെ വേറെ എന്താണ് ക്ലസ്റ്റർ ബോംബ്. നമ്മൾ വാണം വിട്ട ഒരു വാണാണ്ട് ആകാശത്തേക്ക് പോകും, ആകാശത്ത് പോയി പൊട്ടിവിടുന്നത് പോലെ ഒരു മിസൈൽ പോയിട്ട് ആകാശത്ത് നിന്ന് പൊട്ടിവിടുക. 100 കണക്കിന് ഒരു മിസൈൽ 100 കണക്കിന് മിസൈലിനെ പ്രസവിക്കുക. ലോകത്ത് ഇന്ന് വരെ ഇസ്രായേലിന് ഇങ്ങനെ അടി കിട്ടിയിട്ടുണ്ടോ? മുമ്പ് ഇസ്രായേൽ യുദ്ധം നടന്നിട്ട് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇതുപോലത്തെ അടി കിട്ടിയിട്ടുണ്ടോ? നശിച്ചില്ലേ, നശിപ്പിച്ചില്ലേ? അത് ഇറാനെ കൊണ്ട് മാത്രമേ കഴിഞ്ഞു. ഇറാന് പുല്ല് വിലയിലേ കൽപ്പിച്ചുള്ളൂ. ഇപ്പൊ അമേരിക്ക പറഞ്ഞ് കൊല്ലം നശിപ്പിക്കും. എവിടെ നശിപ്പിക്കണേ? അവൻ തന്നെ നശിച്ച് എടുക്കാണ്. അവന്റെ പൊട്ടാത്തതുമായ ആയുധങ്ങൾ വിൽക്കാൻ വേണ്ടി നടക്കല്ലേ. ഖത്തറിലതാ 9,000-10,000 പട്ടാളക്കാരുണ്ട്. കൊല്ലത്തിലായി ഒരു താവളം, 8-9 സ്ഥലങ്ങളിൽ താവളങ്ങളുണ്ട്. ഈ താവളങ്ങളൊക്കെ വെച്ചിരിക്കുന്ന എന്തിനാണ്? അറബികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, ഇവരുടെ സാമ്പത്തിക ഉദ്ദേശം കൊണ്ടാണ്. ഇവിടെ ഒന്നും വളരാൻ പാടില്ല. അവിടെ ഇസ്രായേൽ അവർക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു? എല്ലാവരും ഇസ്രായേൽ ചെയ്ത് തെറ്റെന്നല്ലേ പറയുന്നത്. ഇവ മാത്രമല്ലേ പറയുന്നുള്ളൂ ശരി. കാരണം എന്തുകൊണ്ട്? അവന്റെ വറ്റിപ്പഴപ്പാണ് ഇസ്രായേൽ. മൂസാ നബി ഇട്ടിട്ട് എത്ര കഷ്ടപ്പെട്ട കൗമാണത്. ഒരു ദയവില്ലാത്ത കൗമല്ലേ. ഏതെല്ലാം നിരക്കുള്ള അക്രമങ്ങൾ അയച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പോഴതാ കത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതുവരെ തീർന്നിട്ടില്ല. ഇനി തീരുമോ? ഇപ്പൊ അവൻ വിട്ടല്ലോ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പറഞ്ഞിട്ട് അതിന്റെ 4,000 പോലും എത്തിയിട്ടില്ല. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ അടിക്കുമ്പോ അവിടെ കൊടുക്കുക, ഇറാനിൽ കയറി അടിക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കുക. പണ്ട് സദ്ദാം ചെയ്തതുപോലെ. ആയതുകൊണ്ടിട്ട് നമുക്കൊക്കെ ചെയ്യാനുള്ളത് എന്താണ്? റബ്ബിനോട് ദുആ ചെയ്യുക. കാരണം ഉൽമിനെതിരുള്ള പോരാട്ടമാണിത്. ഇത് ഹക്കിന് വേണ്ടിയുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. കടന്നാക്രമിച്ചിരിക്കുകയാണ്. ഇവരങ്ങോട്ട് ചെന്നതല്ല. എന്നൊരു ഗതികെട്ട് അപ്പൊ അവൻ വിചാരിച്ചെന്ന് ഇപ്പൊ തകർക്കാം. ഇത്രമാത്രം ഇറാന്റെ കയ്യിൽ ശക്തമാണ് ഇറാൻ എന്ന്, ഇത്ര മിസൈലുകൾ ഉണ്ടെന്ന് അവർക്ക് ആർക്കും അറിഞ്ഞുകൂടല്ലോ. അവിടുത്തെ കാര്യമായ ആളുകളെ പിടിച്ച് കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇറാനൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എളുപ്പത്തിൽ ഇറാൻ കീഴടക്കാമെന്നായിരുന്നു ഈ യഹൂദിയുടെ ഉദ്ദേശം, മനസ്സിലിരിപ്പ്. അപ്പൊ പിന്നെ എന്നൊക്കെയുള്ള ആളായല്ലോ ഈ മേഖലയിൽ. ഇപ്പോഴോ പൊട്ടിയ ചെരുപ്പിന്റെ വില പോലും ഉണ്ടോ? അള്ളാഹു അങ്ങനെയാണ് നശിപ്പിക്കുക. അള്ളാഹു നശിപ്പിച്ചത് തന്നെ അല്ലേ ഇസ്രായേലിനെ. എങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റും എങ്ങനെ അടി കിട്ടുമെന്ന്? പിന്നെ ന്യൂസുകൾ, നമ്മളെ മലയാളത്തിൽ ഒരുപാട് ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട് പല വിധത്തിലും. അതിലൊന്നും അർത്ഥമല്ല. അറബ് ന്യൂസ് കേൾക്കണം. അതിലാണ് കാര്യകാരണങ്ങൾ ശരിക്കും ഓരോന്നായിട്ട് അക്കമിട്ട് പറയുന്നത്. ഇവിടെ ഇരുന്നിട്ട് നാസറെ നീ എന്ത് ചെയ്ത്, എന്താണ് നടക്കുന്നത്? ആ ടി വി നോക്കിയിട്ടുള്ള പറയും. അതൊന്നും ആ സത്യസന്ധമായ റിപ്പോർട്ടുകളൊന്നും കിട്ടുന്നില്ല. ഏതോ വരുത്തി കിടന്നിട്ട് പറഞ്ഞു ശലോം പറഞ്ഞിട്ട് ഇസ്രായേൽ ഫനയാണ് ഇസ്രായേൽ. അവിടെ ഒന്നുമില്ല, ജീവനും കൊണ്ട് ഓടുകയാണ്.
ഡ്രസ്സ് പോലും ഇല്ലാതെ ഓടുന്നത് അവർ. അള്ളാഹു ഓട്ടിപ്പിക്കണം, അത്ര ഒൽമ ചെയ്തിട്ടുണ്ട്. നാട്ടിലെ ജനങ്ങൾ പറയണ ഇറാനോട് യുദ്ധം നിർത്താം, ഇവൻ പറയണ ഖുമൈനിയെ കൊല്ലുമെന്ന്. അള്ളാഹു ദീർഘായുസ്സാനെ കൊടുക്കട്ടെ. ഇനിയിപ്പോ വേറൊന്ന്, ഖുമൈനി എന്താണ്, എന്നെ പിടിച്ച് തടങ്കലിൽ വെച്ചാൽ എനിക്കൊരു ഏകാന്തവാസമാണ്, എന്നെ പിടിച്ച് ജയിലിലിട്ടാൽ എനിക്കത് സന്തോഷമാണ്. ഏകാന്തവാസം അതാണല്ലോ, തടവിലില്ല, ജയിലിലില്ല, എന്നെ ജയിലിലിട്ടാതാണ്. എനിക്ക് ഭക്ഷണം തരാതെ ഇരുന്നാൽ എനിക്ക് നോമ്പാണ്. ഇങ്ങനെ പറയുന്ന മനുഷ്യനോട് എന്താ പറയാ? പത്ര ഈമാന്റെ കട്ടിയാണ് പറഞ്ഞത്. എന്നെ നാട് കടത്തിയെന്ന് വിചാരിക്കുക ഞാൻ ഹിജ്റ പോയതാണെന്ന് കരുതും. അത്ര ഈമാന്റെ ശക്തിയാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ഇന്ന് വരെ ആർക്കും വലിയ നിലയിൽ ഇല്ലാതെ കിടന്ന ഇറാനാണെന്ന് ലോകത്തിലെ സ്റ്റാർ. ഇറാനാണ് ലോക പോലീസും ലോക പട്ടാളൊക്കെ ഇറാനാണ്. ഇറാനെ വല്ലാന്ന് ലോകത്താർക്കുണ്ട്, അമേരിക്കക്ക് പോലും കഴിയില്ല, ആർക്കും കഴിയില്ല. അവരുടെ പ്രവർത്തനം അതാണ്. ഹർക്കാത്ത് മുഫ്സിർ, വളരെ രഹസ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കുട്ടിഘോഷിച്ചിട്ടൊന്നല്ല. അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. പാവങ്ങളായ ഫലസ്തീൻകാരൊക്കെ ഒന്ന് ആരെങ്കിലും ഉണ്ടായ. ഇവൻ എവിടെയായിരുന്നു ഈ അമേരിക്കക്കാരനെന്ന് പറയുന്നവൻ? അവൻ ഒന്നാം നമ്പർ പട്ടിണിക്കാരനാണ്. അവന് ഒന്നാം നമ്പർ ചതിയനാണ്, വഞ്ചകനാണ് അവൻ. അത് ട്രംപ് എന്ന് പറഞ്ഞ അടുത്ത് വന്നല്ലോ, അവൻ്റെ മോഹൻദാൻ കണ്ടാൽ തന്നെ മനസ്സിലാവും പച്ചവെള്ളം കിട്ടാത്തവനാണ്. ഇസ്ലാമിന്റെ ഒന്നാം നമ്പർ ശത്രുവാണ് അവൻ, ലോകത്തിന്റെ ശത്രു, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഹക്കിനെ വിജയിപ്പിക്കട്ടെ. ആ നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം എല്ലാം കൂടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇറാനുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ നിന്നിട്ട് കാണിക്കുന്നത്. ഇത് ഒന്നും പറയാൻ പറ്റുന്നില്ല. അവർ സിജ്ജീൽ എന്ന് പറയുന്ന വിഷയത്തിൽ പോകുമ്പോൾ ആർക്കും റഡാറൊന്നും പെടുന്നില്ലല്ലോ, ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന്റെ കയ്യിലുള്ളത് ഒന്നല്ലാതായിപ്പോയി. അല്ല, എലി കെണിയിൽ കുടുങ്ങിയതുപോലെ ആയിപ്പോയി. അവനക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, അവൻ നശിച്ചിരിക്കുന്നത് എന്നുള്ള അവന് തന്നെ മനസ്സിലായതുകൊണ്ട് ഇപ്പം പറയുന്നത് ഇറാൻ ഇപ്പോഴും യുദ്ധം നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തുന്നു. കാരണം ആ നാട് കേടിയിട്ട് അവന് രക്ഷപ്പെടണ്ടേ, അതിന് ഇറാന്റെ നിലവണ്ടയ്ക്ക് വെച്ചു കൊടുക്കുക. യഥാർത്ഥത്തിൽ അവൻ്റെ ജനങ്ങൾ പറയുന്നത് നിർത്താൻ, അവൻ തന്നെ ഇപ്പം നിർത്തി കിട്ടിയാൽ മതിയെന്നായി. ഏതാണ് റഹ്മാനായ അള്ളാഹ് ഇറാൻ അവരുടെ ഹക്കിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അവരുടെ നാടിന് വേണ്ടിയിട്ട് അവർ പോരാടുന്നവരാണ്. ആ ഹക്ക് സ്ഥിരപ്പെടുക തന്നെ ചെയ്യും, ബാത്തിൽ ക്യാൻസലായി പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് അള്ളാഹ് അവർക്ക് ആ നാടിന് ഐശ്വര്യം കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ, അവരെ നമ്മളെ സ്വർഗത്തിലാക്കി തീർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.